ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ വയനാട്ടിൽ പോകുന്ന കുറച്ച് സ്ഥലങ്ങളായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അതായത് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ 2 ദിവസമായി വയനാട്ടിലുണ്ട്. സോ ഇന്ന് നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ളൊരു അമ്പലമാണ്. ഇതൊരു ജെയിൻ ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ താമസിച്ചതിന് തൊട്ടടുത്തായതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ മെയിനായിട്ടും അങ്ങനെ അമ്പലം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ അമ്പലമൊന്നും അല്ല. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള അമ്പലം കാര്യങ്ങളൊക്കെയാണ്. പൂജയൊന്നുമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ താമസിച്ചതിൻ്റെ 1 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലുള്ള ഒരു അമ്പലമായിരുന്നു ഇത്. ഇതുവരെ വയനാട്ടിൽ ഉള്ള വീഡിയോസിലോ അല്ലെങ്കിൽ ആരും പോയിട്ടോ ഇങ്ങനെ ഒരു അമ്പലത്തിൽ പോയതായിട്ട് പറയുന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് നമ്മൾ അടുത്തുള്ളൊരു സ്ഥലങ്ങളിപ്പം നമ്മൾ നോർമലി ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് അടുത്തുള്ള ഒരു അമ്പലം കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അമ്പലം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിത്യപൂജയോ കാര്യങ്ങളൊന്നുമില്ല, അമ്പലമൊന്നും അല്ല, ജൈൻ ടെമ്പിളാണത്. അപ്പോൾ കേരളത്തിൽ ക്രിസ്തുവർഷം 9 മുതൽ 12 വരെയാണ് ജൈന മന്ദിരങ്ങൾ കാണപ്പെട്ടിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ചേരമാൻ പെരുമാക്കൾ വംശരാജാക്കന്മാർ അവരായിരുന്നു ഈ ഒരു ജൈന മതം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ സുൽത്താൻ ബത്തേരിയിലാണ് ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് തൊട്ടടുത്താണ്. ആ സുൽത്താൻ ബത്തേരിയിലും അതിന് ചുറ്റുമായിട്ട് 12 ജൈന തെരുവുകൾ ഉണ്ടായിരുന്നതായിട്ട്, അതായത് പണ്ടുണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. പിന്നെ സുൽത്താൻ ബത്തേരിനെ ഗണപതി വട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരും കൂടി അറിയപ്പെടുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കുറച്ച് നാൾ മുന്നേ അതിൻ്റെ പേരിൽ നല്ല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ്. പിന്നെ ഇതിൽ ശ്രീകോവിൽ ഈ പറഞ്ഞ പോലെ സ്ക്വയർ ഷേപ്പിലാണുള്ളത്. പിന്നെ അവിടെ വിഗ്രഹവും കാര്യങ്ങളൊന്നുമില്ല. മെയിനായിട്ട് ഇങ്ങനെ ചുറ്റും ഇതുപോലെ തന്നെ തൂണുകളായിട്ടുള്ള ഒരു സ്ഥലങ്ങൾ തന്നെയാണ്. പിന്നെ എല്ലാ സൈഡിലും ഒരു ജനൽ പോലെയുള്ള ഒരു, അതായത് ആ ശ്രീകോവിലിന് ചുറ്റും ഒരു ജനൽ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇത് കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയത് ഒരു എന്താ പറയുക, ഗൂഗിൾ മാപ്പിൽ ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. നമ്മൾ പോയത് ശരിക്കും ഒരു ക്വാറി ആയിരുന്നു. വലിയൊരു ക്വാറിയിലേക്കാണ് നമ്മൾ ആ ഒരു വഴിയിലേക്ക് കൂടി പോയത്. കുറച്ച് അങ്ങനെ നല്ല റോഡും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. കുറച്ച് ദൂരം പോയിട്ടാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ വഴിക്ക് വേറെ സ്ഥലങ്ങൾ കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷേ കാര്യമായിട്ടുള്ള ഒന്നും നമുക്കവിടെ കാണാൻ പറ്റിയിട്ടില്ല. ഇതുപോലത്തെ ഒരു ക്വാറി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ വേറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ബസ്സിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നി ഗൂഗിൾ മാപ്പിലൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ കാണുന്നത് രാവിലെയൊക്കെ പോയിട്ട് കുറേ ആൾക്കാർ എടുത്തിരുന്ന ഫോട്ടോസ് ആകുമ്പം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നുന്നതുകൊണ്ടായിരിക്കണം പോകുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ് പോയത്. പിന്നെ അതിന് ശേഷം നമ്മൾ 900 കണ്ടിലേക്ക് പോകാമെന്നുള്ളൊരിതിൽ ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. വിഷ്ണു ഒരു തവണ പോയതായിരുന്നു. അപ്പം നല്ല പ്ലേസാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് കുറച്ചധികം ഒരു അരമണിക്കൂർ നമുക്ക് പോകാനുണ്ടായിരുന്നു. ആ പോകുന്ന സമയത്ത് ഇതുപോലത്തെ ഒരുപാട് തേയിലത്തോട്ടങ്ങളുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്, ആ പോകുന്ന വഴി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആ 900 കണ്ടിയിൽ മുകളിലേക്കുള്ള ജീപ്പ് യാത്രയാണ്. നല്ല അത്യാവശ്യം നല്ല ഓഫ് റോഡ് യാത്ര തന്നെ ആയിരുന്നു. പിന്നെ ഇത് ഞാൻ ആ ഫസ്റ്റ് മോശം റോഡ് കഴിഞ്ഞതിന് ശേഷമാണ് ആക്ച്വലി ഞാൻ വീഡിയോ എടുത്തത്. ഞാൻ ഫ്രണ്ടിലിരുന്നിട്ടും എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നല്ല സ്ഥലം എത്തിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. ഒരുപാട് ആൾക്കാർ അവിടെയും പോകുന്നുണ്ടായിരുന്നു. ഒരുപാട് ജീപ്പുകൾ. അവിടുത്തെ കുറച്ച് അധികം ആൾക്കാർക്കൊരു ജോബായിട്ട് തന്നെ ഉള്ളൊരു കാര്യമായിരുന്നു അത്. അപ്പോൾ അവിടെ പോയി ഈ ഒരു ജീപ്പ് യാത്ര അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു കാടിൻ്റെ കൂടിയുള്ളൊരു യാത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് പിന്നെ അവിടെ എത്തിയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത്. അവിടെ ഒരു ആ ഒരു 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ് എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരുപാട് പേര് വീഡിയോസിലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. അതിൻ്റെ സൈഡ് വരെ നമുക്ക് നടന്നു പോവാം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അതാണ് മെയിനായിട്ടുള്ളത്. പക്ഷെ എന്നാലും അവിടുത്തെ ആ വ്യൂസും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുള്ളതായിരുന്നു. എനിക്ക് നന്നായിട്ട് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടി രാവിലെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഭയങ്കര നല്ലൊരു ഫോട്ടോ കിട്ടുക എന്നുള്ളത് കുറച്ച് സമയം പിടിക്കുന്ന കാര്യമായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ആ ബ്രിഡ്ജിൻ്റെ ഒരു അറ്റത്തുനിന്ന് ആൾക്കാർ പോകാൻ വേണ്ടി ഒരുപാട് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് എന്താ പറയുക, നല്ലൊരു വ്യൂ ആയിരുന്നു അവിടുന്ന് കാണാൻ പറ്റിയത്. ഒരുപാട് മലയും കാര്യങ്ങളായിട്ടുള്ളത്. പിന്നെ നമ്മുടെ ടൈം ഈ പറഞ്ഞ പോലെ നമുക്ക് ആ പോകുന്ന ജീപ്പിൽ തന്നെ തിരിച്ചു വരണം. അപ്പോൾ 1 ഹവറാണ് അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെ പേടിപ്പെടുത്തുന്ന സാധനമൊന്നും അല്ല. എനിക്ക് അങ്ങനത്തെ ഫീലിങ്സൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ലൊരു
എന്താ പറയുക, നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇതിൽ കയറുന്നത്, അതുകൊണ്ട് തന്നെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ ഈ ഒരു ട്രിപ്പ് അങ്ങനെ ഭയങ്കര വെൽ പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല. നമ്മൾ ആക്ച്വലി ഒരു കല്യാണത്തിന് പോയതാണ്. അപ്പം നെക്സ്റ്റ് ഡേ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാമെന്നുള്ള രീതിക്കാണ് നമ്മൾ നെക്സ്റ്റ് ഡേ അവിടെ സ്റ്റേ ചെയ്തത്. അപ്പോൾ നല്ലൊരു വ്യൂവും ഒരു ടോപ്പ് ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് മലകളൊക്കെ കാണുന്ന രീതിയിലുള്ളൊരു വ്യൂ ആയിരുന്നു അത്. അപ്പോൾ അതിന് ശേഷം അവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസും ക്രിക്കറ്റ്, ഫുട്ബോൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനം ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു, ഈ ഒരു സ്വിങ്ങിലെ കൂടി നടക്കുക എന്നുള്ളത്. വിഷ്ണു അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്കത് ആക്ച്വലി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു 2 എണ്ണത്തിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല ഗൈസ്. അപ്പോൾ വിഷ്ണു അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും നടന്നിട്ട് ഞാൻ ബാക്കി 3 ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മളെ ജീപ്പിൽ തിരിച്ചു വരുന്ന ആ ഒരു കാര്യങ്ങളാണിത്. ഗൈസ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് പറയൂ. അതെ ഗൈസ്, നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടില്ല, എത്താൻ പോകുന്നേ ഉള്ളൂ. സൂചിപ്പാറ വാട്ടർഫോൾസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. വിഷ്ണു കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മൾ രണ്ടാളും ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നത്. കുറച്ച് നടക്കാനുണ്ട് ഗൈസ്, 1 കിലോമീറ്റർ. അപ്പോൾ ഫുൾ ചുറ്റിലും കാടാണ്, കാട്ടിലെ കൂടി നടക്കണം ഗൈസ്, കാട്ടിലൂടെയുള്ള യാത്ര. സൂചിപ്പാറ വാട്ടർഫോൾസ് ആയിരുന്നു നമ്മുടെ ഫൈനൽ പ്ലേസ് ടു വിസിറ്റ് എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ തിരിച്ച് നാട്ടിലേക്കുള്ള ജേണിയാണ്. ഞാൻ അങ്ങനെ അതിലും ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. തിരിച്ച് നമ്മളൊരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു ഗായ്സ്.